ഇനി കക്ഷി രാഷ്ട്രീയമുണ്ടോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നുണ്ടോ? കക്ഷി രാഷ്ട്രീയം ഇല്ല. കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയമുണ്ട്, പിന്നെ ഭയങ്കര പൊളിറ്റിക്കൽ ജീവിയാണ് ഞാൻ. ഉദാഹരണമായിട്ട് ജെൻഡർ ഇക്വാലിറ്റിക്ക് വേണ്ടി നിലകൊള്ളുന്നു ഞാൻ. അതുകൊണ്ടാണ് ഏകദേശ സിവിൽ കോഡിന് വേണ്ടി നിലകൊള്ളുന്നത്. സ്ത്രീ എന്ന് പറയുന്നത് പുരുഷൻ എന്ന് പറഞ്ഞാൽ അംഗീകരിക്കില്ല. അതിന്റെ രാഷ്ട്രീയം. രാഷ്ട്രീയം ഉള്ളവർക്ക് അങ്ങനെ രാഷ്ട്രീയം ഇല്ല. രാഷ്ട്രീയം രണ്ടും വേർതിരിച്ചാണ് ചോദിച്ചത്. കക്ഷി രാഷ്ട്രീയം രാഷ്ട്രീയം ഉള്ളവർക്ക് അങ്ങനെ രാഷ്ട്രീയം ഇല്ല. ഞാനിപ്പോൾ ഉദാഹരണമായിട്ട് ജെൻഡർ ഈക്വാലിറ്റി എൻ്റെ ജീവിതത്തിൽ ഞാൻ പഠിച്ചെടുത്ത കാര്യമാണ്. ഞാൻ ജനിച്ചപ്പോഴേ ജെൻഡർ ഈക്വൽ ആയിരുന്നു, സ്ത്രീകൾ പുരുഷന് തുല്യരാണ് എന്നൊക്കെ അങ്ങനെയൊന്നുമില്ല. അതൊക്കെ വെറുതെ കവടമാണ്. ഞാൻ പഠിച്ചെടുത്ത കാര്യങ്ങൾ, ആർജിച്ചെടുത്ത 2 മൂല്യങ്ങളാണുള്ളത്. ഇൻഹറൻ്റ് ആയിട്ടുള്ള മൂല്യങ്ങളുണ്ട്, അക്വേർഡ് ആയിട്ടുള്ള വാല്യൂസ് ഉണ്ട്. ഇതൊക്കെ അക്വേർഡ് വാല്യൂസ് ആണ്. ഈ പ്രധാനമായിട്ട് ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറഞ്ഞാൽ അക്വേർഡ് വാല്യൂസ് ആണ്. ഹ്യൂമൻ റൈറ്റ്സ്, LGBT അവരുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ബോധം ഉണ്ടാകുന്നത് നമ്മൾ പഠിച്ചെടുക്കുന്നത്. പണ്ട് അങ്ങനെ ആയിരുന്നില്ല, വീട് കിട്ടത്തില്ലായിരുന്നു. അപ്പം ഈ അക്വേർഡ് വാല്യൂസിൽ പെടുന്ന ഒരു കാര്യമാണ് എന്നെ സംബന്ധിച്ച് ഇതൊക്കെ എൻ്റെ രാഷ്ട്രീയമല്ലേ. എനിക്ക് കക്ഷി രാഷ്ട്രീയമില്ല. ഇപ്പോൾ BJP ബീഹാർ ജയിക്കുമ്പോൾ എനിക്ക് പുളകമൊന്നുമില്ല. CPM അടുത്ത പ്രാവശ്യം ഇവിടെ ജനിച്ചാലും എനിക്ക് പുളകമില്ല.